ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു ദീസ് വേൾഡ്. അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ ഇന്നലെ ഈവനിങ്ങിലൊരു പുറത്ത് പോയിരുന്നു. കാരണം ഇന്നലെ ഏട്ടന് ലീവില്ല ദിവസമാണ്. അപ്പം നമ്മളത് മാക്സിമം യൂട്ടിലൈസ് ചെയ്തിട്ട് നമ്മളൊന്ന് പുറത്ത് പോയി കൃതി ബേബീനെ കൊണ്ടുവന്ന് പുറത്ത് പോയി ഫുഡ് കഴിച്ച് അങ്ങനെയൊക്കെയുള്ളൊരു ചെറിയ വീഡിയോ ആണ്. അത് കണ്ടിട്ട് നമുക്ക് നമ്മുടെ മോർണിംഗ് റൊട്ടീൻസ് കാര്യങ്ങളൊക്കെ കാണാം കേട്ടോ. അപ്പോൾ കണ്ടു നോക്കാം. എല്ലാവരെക്കാട്ടും ത്രില്ല് കൃതി ബേബിക്ക് കേട്ടോ. കാരണം പുറത്ത് പോകാൻ കിട്ടിയ അവസരമാണ്. അപ്പോൾ അമ്മാമ്മയ്ക്ക് ടാറ്റ കൊടുത്ത് ഞങ്ങൾ പോയിട്ട് വരാമെന്ന് പറയുന്നു കേട്ടോ. അപ്പോൾ ഞാനിങ്ങനെ നോക്കുകയാണ് എൻ്റെ ലിഫ്റ്റിക്ക് എങ്ങാനും കൂടിപ്പോയോ എന്ന്. അങ്ങനെ പെട്രോളൊക്കെ അടിച്ച് ഞങ്ങളിതാ പോയിക്കൊണ്ടിരിക്കുകയാണ്. മഴ പെയ്ത് കഴിഞ്ഞാൽ ഞങ്ങൾ എന്തായാലും പെടും. കാരണം കൃതി ബേബിക്ക് കോട്ടും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. അപ്പോൾ മുടിയൊക്കെ അങ്ങനെ പാറി കളിക്കുകയാണ്. അത്രയും സ്പീഡിലാണ് പോകണേന്നാണ് അതിൻ്റെ അർത്ഥം കേട്ടോ. അങ്ങനെ ഞങ്ങളിവിടെ എത്തിയപ്പോഴാണ് കൃതി ബേബിയുടെ മുഖം കണ്ടപ്പോൾ മനസ്സിലായില്ലേ, മൂഞ്ചി കിടക്കുകയാണ്. രാവിലെ മഴ പെയ്തുകൊണ്ട് ഫുള്ള് വെള്ളവും കാര്യങ്ങളൊക്കെയാണ് അവിടെ. കൃതി ബേബിനെയും കൊണ്ട് ഞങ്ങൾ മുകൾ വശത്തേക്ക് പോകുന്നു. നാളെ സ്കൂളില്ലാത്തതുകൊണ്ടാണ് നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ. ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു. ഞങ്ങൾ ഏകദേശം 6 മണിയായി അവിടെ എത്തിയപ്പോൾ തന്നെ. അപ്പോൾ ഒക്കെ ഓരോരുത്തർ ഇങ്ങനെ വന്ന് തുടങ്ങുന്നുള്ളൂ. ഇവിടെ ഇരിക്കാൻ നമുക്ക് സ്പെൻഡ് ചെയ്യാൻ അതിനൊക്കെ നല്ലതുണ്ട്. പക്ഷെ കുട്ടികൾക്ക് എൻ്റർടൈൻ ചെയ്യാനുള്ള കാര്യങ്ങൾ കുറവാണ്. കാറ്റടിക്കുന്നുണ്ട് കേട്ടോ. ഞാൻ ഏട്ടന് ഫോൺ കൈമാറിയിട്ട് ഞാനിങ്ങനെ കൃതി ബേബീൻ്റെ ഇപ്പം നടക്കുകയാണ്. വീഡിയോ എടുക്കണമെങ്കിൽ ഞാൻ തന്നെ വേണം. അപ്പോൾ അച്ഛനും മോളും കളിച്ചിരുന്നോട്ടെ. ഞാൻ എന്തായാലും വീഡിയോ എടുക്കുക കരുതിയിട്ട് ഞാൻ വീഡിയോയിലേക്ക് കോൺസെൻട്രേഷൻ ചെയ്തു. അച്ഛനും മോളും അല്ല കാണാത്തത്. എപ്പോഴെങ്കിലൊക്കെ അല്ലേ അച്ഛനും മോളും കാണുള്ളൂ. അപ്പോൾ അവർ കളിച്ചോട്ടെ എഴുതി. ചെറിയ കുട്ടിക്ക് ചേച്ചിക്കുട്ടീനെ ഇഷ്ടമായി തോന്നുന്നുണ്ട് കേട്ടോ. ഓളടുത്തൊന്നും മാറണേ ഇല്ല. അച്ഛനും മോളും അവിടെ എങ്ങനെ കളിച്ചോണ്ട് നിന്നോട്ടെ കരുതി ആളെ ഈ ഒരു മതിലുമ്മ കൂടെ ഒറ്റയ്ക്ക് നടക്കാൻ പഠിപ്പിക്കുക കേട്ടോ. കൈ പിടിക്കാതെ നടക്കാൻ വേണ്ടി പ്രാക്ടീസ് ചെയ്തുകൊണ്ട് നിൽക്കുകയാണ്. അതിനൊക്കെ ഭയങ്കര ഇതാട്ടോ. കാരണം പ്രോത്സാഹനവും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ ഏട്ടന്. എനിക്കാണ് കുറച്ചൊക്കെ അങ്ങനെ പേടിയും കാര്യങ്ങളൊക്കെ. അങ്ങനെ ലൈറ്റൊക്കെ ഇട്ടു കേട്ടോ. ഇരുടായി തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോഴേ ആളുകളൊക്കെ നല്ല വന്നുകൊണ്ട് തുടങ്ങുന്നുണ്ട് കേട്ടോ. ഇരുടായി കഴിഞ്ഞാൽ പിന്നെ ആ ഒരു ലൈറ്റിൻ്റെ അതും അതൊരു പ്രത്യേക ഭംഗിയാണ്. അറൗണ്ട് ഫുള്ളും ചുറ്റി നടക്കുകയാണ് ഓള്. ഞാനായിട്ട് ഇടയ്ക്കൊക്കെ ഒന്ന് ഫോണും മസ്റ്റാണല്ലോ. അപ്പോൾ അതൊക്കെ ഒന്ന് ഇടയ്ക്കൊക്കെ ഇങ്ങനെ കണ്ണടിക്കുന്നുണ്ട്. പിന്നെ ഓള് ആ ഒരു ഭാഗം ഫുള്ളും ചുറ്റി കറങ്ങി നടക്കുകയാണ്. നമ്മൾ വീട്ടിലാകുമ്പോൾ ആ ഭാഗത്ത് പോകാൻ പറ്റില്ല, ഈ ഭാഗത്ത് പോകാൻ പറ്റില്ല, അങ്ങനെ ഉണ്ടാവുമല്ലോ. ഇവിടെ ആകുമ്പം എങ്ങനെയും പോയാലും എല്ലാ സ്ഥലത്തും ഒരു കണ്ണുണ്ടാവും. അത് ഞങ്ങളിങ്ങനെ നടന്ന് പോകുക കേട്ടോ. അപ്പോൾ കളിക്കാനും ഊഞ്ഞാലെ കണ്ടപ്പോൾ അതിൽ കയറണം എന്നുണ്ട്. പക്ഷേ കയറ്റി കഴിഞ്ഞാൽ ചളിയാണ് അവിടെ ഫുള്ളും. അങ്ങനെ ഈ ഒരു ഇരിക്കുന്ന സാധനത്തുനിന്ന് കയറ്റാൻ എഴുതിയിട്ട് ഏട്ടനങ്ങനെ അതൊന്ന് കുറച്ച് നേരം ഇരുത്തി. നമ്മുടെ ചാനൽ പുതിയതായിട്ട് ആരെയും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ. നമ്മുടെ കുഞ്ഞു ചാനലാണ് കേട്ടോ. അതുപോലെ തന്നെ കുഞ്ഞു വീഡിയോസും കാര്യങ്ങളൊക്കെ ആയിരിക്കും അപ്ലോഡ് ചെയ്യുക. അപ്പോൾ അതൊക്കെ ഇഷ്ടപ്പെടുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അങ്ങനെ ഞങ്ങൾ റിട്ടേൺ അടിക്കുക കേട്ടോ. ഞങ്ങൾ അവിടെ നിന്ന് പോരും. ഇതാട്ടോ നമ്മുടെ മെയിൻ റോഡാണ് കേട്ടോ. അത് മെയിൻ റോഡിൻ്റെ അടുത്താണ് ഈ ഒരു ഇതെന്ന് പറയുന്നത്. ഇതിന് പാസും കാര്യങ്ങളും അങ്ങനെ ഒന്നുമില്ല. ജസ്റ്റ് ആ ഒരു നാട്ടുകാർക്ക് സ്പെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് MLA അനിൽകുമാർ ആളാട്ടോ അത് സെറ്റ് ചെയ്തത്. അങ്ങനെ ഐസ്ക്രീം കണ്ടപ്പോൾ കൃതി ബേബിക്ക് ഐസ്ക്രീം കഴിക്കണം എന്ന് പറഞ്ഞാൽ വണ്ടി എടുക്കാൻ പോയ ഏട്ടനെ വീണ്ടും വണ്ടി നിർത്തി ഞങ്ങൾ പിന്നെ ഐസ്ക്രീം വാങ്ങാൻ വേണ്ടി കയറിയിട്ടോ. കൃതി ബേബിക്ക് ഐസ്ക്രീം അങ്ങനെ കൊടുക്കാറേ ഇല്ലേനു. ഇപ്പോൾ മഴക്കാലമൊക്കെ ആയതുകൊണ്ട്. അപ്പോൾ എന്തായാലും ഇനി ഒന്ന് കഴിച്ചിട്ട് പോവാമെന്ന് കരുതിയിട്ട് ഞാൻ ചോക്കോ നട്ട്സിൻ്റെ ഒരു ഐസ്ക്രീമാണ് വാങ്ങിച്ചു കൊടുത്തിട്ടോ. അപ്പോൾ ഞങ്ങൾ അവരായിട്ട് ഇങ്ങനെ സംസാരിച്ചപ്പോൾ പറയുകയാണ് ഇത് ഹോം മെയ്ഡാണ്. അതായത് കളറോ മറ്റ് ഇൻഗ്രീഡിയൻസും കാര്യങ്ങളൊന്നും ചേർക്കണില്ല. എന്തിനേറെ പറയണം, മധുരം പോലും അങ്ങനെ ആഡ് ചെയ്യണില്ല. ആ ഒരു ചോക്ലേറ്റിൻ്റെ മധുരം എന്താണോ അതാണ് അതിനുണ്ടായിരുന്നത് കേട്ടോ. അപ്പോൾ ഭയങ്കര ലൈറ്റും കാര്യങ്ങളായപ്പോൾ ഞാൻ അവിടെ നിന്ന് ഇങ്ങനെ വീഡിയോസും കാര്യങ്ങളൊക്കെ എടുക്കുകയാണ്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. നമ്മൾ കഴിക്കുകയാണെന്നുള്ളൊരു ഫീൽ നമുക്ക് ഉണ്ടാവില്ല. നോർമലി ഇപ്പോൾ നമ്മൾ ടെൻഡർ കോക്കനട്ട് ആവട്ടെ, ചിക്കു അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ ആ ഒരു ടേസ്റ്റിലാണ് നോർമൽ ഇൻഗ്രീഡിയൻസ് ചേർത്തിട്ടാട്ടോ ഹോം മെയ്ഡായിട്ട് ഉണ്ടാക്കണത്. അല്ലാത്തതുണ്ട്, അതിന് 10 രൂപ, ഇതിന് 20 രൂപ. എന്തായാലും ചോദിച്ചല്ലേ കരുതിയിട്ട് വാങ്ങിച്ചു കൊടുത്താണ്. ആൾ തന്നെയാണ് ഫുള്ളും കഴിച്ചത്. ഞങ്ങൾക്ക് ആർക്കും ഒന്നും കഴിക്കാൻ പോലും തന്നിട്ടില്ല. ഞങ്ങൾ കൈയൊക്കെ തുടച്ച് കഴിഞ്ഞ് ഞങ്ങളിതാ ആളോട് കുറേ നേരം സംസാരിച്ചിരുന്നു കേട്ടോ.
പൈസ ഒക്കെ കൊടുത്ത് ഞങ്ങൾ റിട്ടേൺ അടിക്കട്ടോ. അപ്പോൾ അതാ ഇറങ്ങാനായി. ഇനി ഞങ്ങൾ ഫുഡാണ് മെയിൻ. അതാണ് വന്നു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് മെയിൻ മുഖ്യം. അങ്ങനെ ഞങ്ങളിതാ മസാല ഷവായ കഴിക്കാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തുകൊണ്ട് നിൽക്കുക കേട്ടോ. ഇതും റോഡിൻ്റെ സൈഡായത് തന്നെ വണ്ടികൾ പോണതൊക്കെ ഇങ്ങനെ നോക്കി നിൽക്കുകയാണ്. കൃതി ബേബി നമ്മുടെ മെയിൻ റോഡ് തന്നെ അതൊക്കെ. അങ്ങനെ ഞങ്ങൾ കാത്തിരുന്ന ഞങ്ങൾ സാധനം എത്തി. മസാല ഷവായും മന്തി റൈസും അടിപൊളിയാണ്. ഞങ്ങൾ കഴിഞ്ഞൊരു വട്ടത്തിന് പോയിട്ടുണ്ടായിരുന്നു, വീഡിയോസൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. അടിപൊളി ടേസ്റ്റാണ്. കൃതി ബേബിക്ക് മെയിൻ മന്തി റൈസ് കഴിക്കാമെന്ന് കേട്ടോ. അങ്ങനെ ഞങ്ങളിതാ വീട്ടിലെത്തിയിട്ടോ, യാത്രയൊക്കെ ചെയ്ത് വീട്ടിലെത്തി. ഇനി ഒന്ന് ഫ്രഷ് ആവണം, കിടന്നുറങ്ങണം. അപ്പോൾ അതാ ഈവനിങ് ബ്ലോഗ്സ് ഒക്കെ കണ്ടില്ലേ, ഇനി നമുക്ക് നമ്മളെ ഡെയിലി ബ്ലോഗ്സ് ഒക്കെ കാണാം കേട്ടോ. ഇന്ന് പോകാൻ വേണ്ടിയിട്ട് ഷേവിങ്ങും ക്ലീനിങ്ങും ഒക്കെയാണ് ഏട്ടനെ. ദോശയും മീൻകറിയാണ് ഇന്ന്. അപ്പം കഴിക്കാൻ വേണ്ടിയിട്ട് കൃതി ബേബിനെ വിളിച്ചുകൊണ്ട് കേട്ടോ. വാ അപ്പൊന്ന് ഏട്ടൻ്റെ കുളിയൊക്കെ കഴിഞ്ഞ് ഏട്ടൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചുകൊണ്ട് കേട്ടോ. പോകാൻ വേണ്ടിയിട്ട് ഇനി മാറ്റിയിട്ടൊക്കെ ഉണ്ട്. അപ്പോൾ അതാ ന്യൂസും കാര്യങ്ങളൊക്കെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ഈ കൃതി ബേബിക്ക് കഴിക്കാൻ കൊടുക്കട്ടെ. പകുതിയാക്കി മണ്ടിയതാണ് ഞാൻ. പിന്നെ ഇതാ ഫുള്ളും അലമ്പാട്ടോ. അലമ്പ് എന്തിനാണോ എനിക്ക് തന്നെ അറിയില്ല. ഭയങ്കര കുറുമ്പാണ് ഇപ്പോൾ. അപ്പോൾ കരയുമ്പോൾ ഫോട്ടോ എടുക്കലേ പറഞ്ഞ് കരയുകയാണ്. അങ്ങനെ ഏട്ടനും പോയി, ഞങ്ങൾ മാത്രമായി. അമ്മ എല്ലാവരും പോയിട്ടോ. അച്ഛനും അമ്മ അനിയനും എല്ലാവരും പണിക്ക് പോയിട്ടുണ്ട്. അപ്പം ഞാനും ലേമോളും മാത്രമായിട്ടോ വീട്ടിൽ. അപ്പോൾ ഒരു വെളിച്ചെണ്ണ വാങ്ങാൻ പോയത്, ഞാൻ വാങ്ങി കൊടുന്ന ഏട്ടൻ പോയി. ഇനി എനിക്ക് ചായ കുടിക്കണം. ദോശയും ഇന്നലത്തെ മീൻകറി അടിപൊളിയാട്ടോ. കളിക്കാൻ ഇട്ട് കൊടുത്തല്ല അവസ്ഥയാണത്. ഇതൊക്കെ ഒരു പെട്ടിയിലാക്കി വെച്ചത്, എന്തൊക്കെ വലിച്ചു വാരിയിട്ടുണ്ട്. ഇതൊക്കെ എൻ്റെ പണി. കരയാന്നാണ് അവളെ മെയിൻ പരിപാടി. അതിന് വേണ്ടിയിട്ടാണ് ഈ സാധനം കൊണ്ടു നടക്കുന്നത്. അടിച്ചിട്ടില്ലെങ്കിലും പേടിപ്പിക്കാനെങ്കിലും പറ്റും. പയറും കൈപ്പങ്ങി വെച്ച ഉപ്പേരി ഉണ്ട്, ചിക്കൻ ഉണ്ട്. ഇത് പാർട്സും കാര്യങ്ങളും കേട്ടോ, എല്ലാണ് ചിക്കൻ്റെ എല്ലാണ്. അപ്പം അതൊക്കെയാണ് ഇന്നത്തത്. നമ്മുടെ ചോറും അത് മാത്രമേ ഉള്ളൂ ഇന്നത്തെ. മഴ പെയ്യും വെയിലിറക്കും, അതാണ് ഇപ്പോഴത്തെ അവസ്ഥ. കഴിച്ചോ അമ്മച്ചി? കുഞ്ഞ് കഴിച്ചോ? വേണ്ടച്ച് കഴിച്ചോ? മിഠായി കുഞ്ഞ് കഴിച്ചോ? കഴിഞ്ഞൊരു വീഡിയോയിൽ നമ്മൾ ഒരു ഹെയർ ഓയിൽ അൺബോക്സിങ് ഉണ്ടായിരുന്നു. അതായത് നമ്മൾ പൈസ കൊടുത്ത് വാങ്ങിച്ചത് തന്നെയാണ്. അപ്പോൾ ഹെയർ ഓയിൽ തേച്ചിട്ട് റിസൾട്ട് ഉണ്ട് കേട്ടോ. അപ്പോൾ ആ ഹെയർ ഓയിൽ തേച്ചിട്ട് ഗ്രോത്ത് ഉണ്ട് കേട്ടോ. മുടി കാണുന്നുണ്ടോ? ഉണ്ടോ മുടി ഉണ്ടോ? നല്ല നീളം വയ്ക്കുന്നുണ്ട് കേട്ടോ. 1 ദിവസമായി ഞാൻ യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട് കേട്ടോ. അതിൻ്റെ വീഡിയോ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇടാം. കാണാത്തവരൊന്ന് കണ്ടു നോക്കും കേട്ടോ. ആ ഒരു ഓയിലിൻ്റെ പേരും കാര്യങ്ങളൊക്കെ കാണും. അപ്പോൾ ആ ഓയിൽ ഞാൻ 7 ദിവസമായി യൂസ് ചെയ്യൽ തുടങ്ങിയിട്ട്. അപ്പോൾ ഞാൻ കുളി കഴിഞ്ഞിട്ട് മുടി നമ്മളിങ്ങനെ കെട്ടി വെക്കുമല്ലോ മുടി തുണി കൊണ്ട്. അത് കഴിഞ്ഞിട്ട് ഇപ്പം ഞാൻ ഇതാക്കണമല്ലോ കേട്ടോ. അപ്പം മുടിയുണ്ട് ഇതല്ലേ ബാക്ക് ഞാൻ കാണിച്ചത് കേട്ടോ. മുടി സാധാരണ ഓയിലൊക്കെ തേച്ച് കഴിഞ്ഞാൽ നമ്മളെ ഹെയറിലൊക്കെ കാണും. പക്ഷെ ഇത് അങ്ങനെ കാണുന്നില്ല. ഇനിയിപ്പോൾ കുറച്ചുകൂടി കഴിഞ്ഞാൽ ഇത് നല്ല തിക്കായിട്ട് കാണും ഹെയർ. പിന്നെ മുടി കൊയ്യണേന് കുറച്ചൊക്കെ കുറവുണ്ട് എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷെ എത്ര കിട്ടി കണ്ടോ, കൊയ്യണതാണ് എൻ്റെ മുടി. ഇനിയിപ്പോൾ തേച്ച് ഒന്നുകൂടി നോക്കട്ടെ എങ്ങനെ ഉണ്ടെന്ന്. പക്ഷേ ഹെയർ വളരുന്നുണ്ട് കേട്ടോ, അതെനിക്ക് ഫീലായിട്ടുണ്ട്. ഹെയർ നല്ല വളരുന്നുണ്ട്. എൻ്റെ മുടി ഒന്നാമത് വളർന്നു കഴിഞ്ഞാൽ അങ്ങനെ അറിയില്ല. ഒന്നാമത് ചുരുണ്ടതും അല്ല എന്നാൽ നീളിച്ചതും അല്ല, അതിൻ്റെ ഇടയിൽ പെട്ടൊരു മുടി ആയതുകൊണ്ട് അങ്ങനെ പെട്ടെന്നൊന്നും അറിയില്ല. ഒന്നുകൂടി നോക്കട്ടെ, എങ്ങിട്ട് ഞാൻ റിവ്യൂവും കാര്യങ്ങളൊക്കെ ഇടാം കേട്ടോ. ഏട്ടനെ കൊണ്ടുപോയിട്ടുണ്ട്, ഒരു ബോട്ടിൽ കൊണ്ടുപോയിട്ടുണ്ട്. ഇനി ഏട്ടൻ്റെ കൂടി തേച്ചിട്ട് എങ്ങനെയുണ്ട് റിസൾട്ട് എന്നൊക്കെ ഞാൻ പറയാം കേട്ടോ. ആർക്കെങ്കിലും യൂസ്ഫുൾ ആവുകയാണെങ്കിൽ ആയിക്കോട്ടെ. നട്ടുച്ചക്കാണ് വിളക്കൊക്കെ കൊണ്ടുവച്ചത് കണ്ടോ. നട്ടുച്ചക്ക് വൈകുന്നേരം വിളക്ക് കൊണ്ടുവയ്ക്കണ പോലെ കൊണ്ടുവച്ചിക്ക. ആരാണെന്ന് അറിയാം. ഇവളെ പണിയാണത്. വിളക്ക് ഇങ്ങനെ കൊണ്ടുവച്ചത്. ആരാ വിളക്ക് കൊണ്ടുവച്ചത്? ആ വിളക്കാരെ കൊണ്ടുവച്ച് പറ.
കിതിയോ? എന്തിനാ കിതി ഇപ്പൊ കൊണ്ടുവച്ച അവളക്ക് ഉണ്ടോ? വിക്രസേ വിക്രസേ വിക്രസ് കൃതിമോൾ വിക്രസ് അച്ഛൻ്റെ തോർത്തുണ്ട്. ആ അച്ഛൻ എൻ്റെ തോർത്തുണ്ട് എടുത്തുണ്ട്. കുഞ്ഞാവാ ഇനി വാവ ഉറങ്ങിയിട്ട് നമുക്ക് അസിൻ്റെ അടുക്ക് പോവേ. ആണ് അമ്മമ്മ ഇനി വൈകുന്നേരം വരുവാ. ഓള് പോയിക്കോട്ടെ ആയിക്കൂടെ. ആ നായ ആയിക്കോട്ടെ വരുമ്പോളൊക്കെ അടിച്ചോട്ടെ. ഏതാണ് ആ പൊട്ടൊക്കെ ഇങ്ങോട്ടൊക്കെ റോട്ടിൽ കൂടെ ആരെങ്കിലും വന്നാനെ പിടിച്ചോണ്ടോ അങ്ങോട്ട് പോന്നോ. ഉറങ്ങട്ടോ ഞങ്ങൾ ഇനി വാവ് ഉറങ്ങിയിട്ട് വൈകുന്നേരം എണീക്കിട്ടോ. ടാറ്റ ബൈ ബൈ സീ പറയും. ആരും ഉമ്മടുത്തടാ.